എന്തേലും പണി ചെയ്യുന്ന സമയത്ത് നമ്മുടെ പിള്ളേർ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല കേട്ടോ. എന്നൊന്നും ചെയ്യാൻ സമ്മതിക്കാത്തതുകൊണ്ട് അവൻ്റെ ഇഷ്ടവിനോദമായ ഒരു പ്ലേറ്റും സ്പൂണും എൻ്റെ കൈ കൊടുത്തു. ഇത് കുറച്ച് അരോചകമാണെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാമല്ലോ. അപ്പം ഞാൻ കുറച്ച് ധാവണി നോക്കുകയാണ്. എൻ്റെ കുറേ ധാവണികൾ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ കുറേ നാൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതെന്തിനാണ് എടുക്കണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പണിക്കാട്ടി കുട്ടൻ്റെ 2 മരുമക്കളുണ്ടല്ലേ, ചണ്ടപ്പുറത്ത് കോരിട്ടൊക്കെ പോയി കളിക്കും. എവിടെ സ്റ്റേജ് ഉണ്ട് അവിടെ കയറി തുള്ളും. അങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുള്ളൂ. നമ്മളെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ സ്റ്റേജിൽ നമുക്ക് പെർഫോമൻസ് ഉണ്ട്. സോ ധാവണി അതിന് വേണ്ടിയിട്ടാണ് സെലക്ട് ചെയ്തത്. ഞാനും കീത്തും പാറും കൂടി ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് ആണ്. സംഭവം 2 ദിവസം കൊണ്ടൊരു തട്ടിക്കുട്ടി പെർഫോമൻസ് ആണെങ്കിൽ പോലും ഒരു ആഗ്രഹം ഞങ്ങൾക്ക് 3 പേർക്കും സ്റ്റേജിൽ കയറണം എന്നുള്ളത്. അപ്പോൾ ധാവണി പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കമ്മൽ എടുക്കുന്ന നേരത്താണ് ഒരു കാര്യം ആലോചിച്ചത്. ഒരു കൊറിയർ കുറച്ചാളെ വന്നെടുക്കുന്നത്. കുറച്ച് ടെൻഷനായിരുന്നു മേടിച്ചപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. നമ്മുടെ കമ്മലൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബോക്സാണ് കേട്ടോ. ഇത് എൻ്റെ ആഭരണ പെട്ടിയാണ് ഗൈസ്. ഒരുപാട് കമ്മലും മാലയൊക്കെ ഇതിലുണ്ട്. അപ്പോൾ എൻ്റെ കമ്മലുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഭയങ്കര ഹെവി ആയിട്ടുള്ള കമ്മലുകളുണ്ട്. നിങ്ങൾക്കറിയാലോ ഞാനൊരു ട്രഡീഷണൽ വേയിലൂടെ സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ സാരിയും ധാവണിക്ക് കൂടുതലെടുക്കുമ്പോൾ ഇങ്ങനത്തെ കമ്മല രസം. അപ്പോൾ ഇതിൻ്റെ ഒരു മൂക്കുത്തി ഞാൻ കണ്ടു. ഇത് ഇട്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് എന്നോട് തന്നെ എന്തൊക്കെയോ തോന്നി. അപ്പോൾ കമ്മൽ ഫുള്ള് സെറ്റ് ചെയ്തപ്പോൾ എന്ത് ഭംഗിയായിട്ട് ഗൈസ് കാണാൻ. എൻ്റെ ഇത്രയും നല്ല കമ്മലുകൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം ഈ റൂമിലാണെങ്കിൽ ഒരെണ്ണം ആ റൂമിലായിരിക്കും. അങ്ങനെ അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഒരൊറ്റ കുടക്കീഴിലാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒരു പ്രശ്നം, ഇത്രയും വലിയ കമ്മലാകുമ്പോൾ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. അത് നമുക്ക് നേരത്തെ എന്തെങ്കിലും എടുത്ത് വെക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റഡ് കമ്മൽ കുറച്ച് നാത്തിയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ബോക്സിൽ ഇങ്ങനെ അടച്ചു വെക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചു ഇത് ഞാൻ മാറ്റില്ല, ഈ കമ്മലുകൾ തന്നെ തിരിച്ച് വെച്ചിട്ട് ഞാൻ എൻ്റെ ടേബിളിൻ്റെ ഉള്ളിൽ ഇത് എടുത്ത് വെച്ചു. അപ്പോൾ നമ്മൾ എടുക്കാനും സുഖമാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. അതവിടെ ഇരിക്കട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചു. അപ്പോൾ കമ്മൽ ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അടുത്ത ദിവസം ഇട്ട് നോക്കി മാറ്റി നോക്കി ചെയ്യാമല്ലോ. ഇനി വളകളാണ്. ഇത് നിറച്ച് പൊടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബ്ലൂ വള സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡാൻസിനുള്ള ഡ്രസ്സ്, വള, മാല, പൊട്ടോ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും സ്റ്റേജിൽ കാണാം ഗൈസ്.